നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 10-ാം ഉദയത്തിന്റെ വിശേഷങ്ങളാണ് അറിയിക്കുന്നത്. 10-ാം ഉദയം എന്ന അതിവിശേഷപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ 10-ാം ഉദയത്തെ സംബന്ധിച്ചുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം, ആ ദിവസം ഐശ്വര്യവർദ്ധനവിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ചെറിയൊരു വീഡിയോ അവസാനം വരെ കാണുക. 10-ാം ഉദയ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ 10 സെക്കൻഡ് സമയത്തേക്കെങ്കിലും സൂര്യനെ നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാഗ്ര ചിത്തത്തോടുകൂടി ആഗ്രഹങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന പക്ഷം അത് നടക്കുമെന്നാണ് വിശ്വാസം. നമുക്ക് 10-ാം ഉദയ വിശേഷങ്ങൾ കൂടുതലായി മനസ്സിലാക്കാം. സർവഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. ഭക്തവത്സലനാണ്, പാപവിനാശനുമാണ്. ഭക്തരിൽ ഇത്രത്തോളം കാരുണ്യമുള്ള ദേവനില്ല എന്ന് തന്നെ പറയാം. മനുഷ്യന്റെ മഹാവ്യാധികളായിട്ടുള്ള കുഷ്ഠം, വാദം, ക്ഷയം, പ്രമേഹം, ഉദരരോഗം, വായുകോപം, നേത്രരോഗം, ഉഷ്ണരോഗം തുടങ്ങി മിക്ക രോഗങ്ങളും പറ്റി ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ തരുന്നത് സൂര്യദേവനാണ്. അങ്ങനെ ഭക്തരെ ആരോഗ്യ സംരക്ഷണത്തിനായി അനുഗ്രഹിക്കുന്ന ദേവനാണ് സൂര്യൻ. 10-ാം ഉദയ ദിവസം അതിവിശേഷ ദിവസമാണ്. അതുകൊണ്ട് തന്നെ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ 10 സെക്കൻഡ് സമയത്തേക്ക് സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചാൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുമെന്നാണ്. കൂടാതെ സമ്പൽ സമൃദ്ധിയും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ്. ഇത് നിത്യം അനുഷ്ഠിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് 3 മാസം കൊണ്ട് തന്നെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ സർവ്വകാര്യങ്ങളും വിജയകരമായി ചെയ്തു തീർക്കുവാനും സാധിക്കും. ഇതുപോലെ തുടർച്ചയായി 6 മാസക്കാലം സൂര്യനിരീക്ഷണം ചെയ്യുന്ന പക്ഷം ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളും ദുഃഖങ്ങളും അകന്ന് ദുരിതശാന്തിയും ഒപ്പം സർവ്വ ഐശ്വര്യ ലബ്ധിയുമാണ് ഫലമായി പറയുന്നത്. വ്യക്തികളുടെ ജാതകത്തിൽ സൂര്യൻ ദോഷസ്ഥാനത്താണ് എങ്കിൽ ആ വ്യക്തിക്ക് ആദിത്യന്റെ ദശാകാലം ദുരിതപൂർണമാകാം. ഇത് കലഹം, ആപത്ത്, സ്വജനങ്ങളുടെ വിരോധം, വേർപാട്, രോഗ ദുരിതങ്ങൾ, ക്ഷിപ്രകോപം, ധനധാന്യനാശം, സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രയാസങ്ങൾ, ദാമ്പത്യ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് ഇടയാകും. ഈ ദോഷങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ഉത്തമമാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 10-ാം ഉദയം. സൂര്യൻ പരിപൂർണ തേജസ്സോടുകൂടി പരമ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ് 10-ാം ഉദയം. മേടം 10 എന്ന വിശേഷ ദിവസം. ഏറെ പുണ്യദായകമായിട്ടുള്ള ഈ അപൂർവ ദിവസത്തെ സർവദോഷ പരിഹാര കർമ്മങ്ങൾക്കും മറ്റ് മിക്ക ശുഭകർമ്മങ്ങൾക്കും ഉത്തമ ദിവസമായി കണക്കാക്കുന്നു. ഈ ദിവസം ചെയ്യുന്ന എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഫലസിദ്ധി ഇരട്ടിയാണ്. ആദിത്യന്റെ ദോഷം ഇല്ലാതാക്കാനായിട്ട് ചെയ്യാവുന്ന അതീവ വിശേഷമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആദിത്യ പൊങ്കാല എന്നുള്ളത്. 10-ാം ദിവസം കാലത്ത് ആദിത്യ പൊങ്കാല ഇട്ടാൽ ഫലപ്രാപ്തി ഇരട്ടിയാണ്. അവരവർക്ക് അവരവരുടെ വീടിന്റെ മുറ്റത്തും ആദിത്യ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല ഇടുന്നതിന് മുമ്പ് സ്ഥലം കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കണം എന്ന് മാത്രം. അതിനുശേഷം 3 ഇഷ്ടികകൾ വെച്ച് അടുപ്പ് കൂട്ടി അതിന്റെ വലതുവശത്തായിട്ട് വാഴയിലയിൽ ഗണപതി ഒരുക്ക് സമർപ്പിച്ച് വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനെയും സൂര്യദേവനെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ആരംഭിക്കാം. മറ്റൊരു ഇലയിൽ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് പൊങ്കാല ആരംഭിക്കുക. കിഴക്ക് തിരിഞ്ഞു നിന്ന് വേണം ഈ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. സൂര്യദേവനെ സ്മരിച്ചുകൊണ്ട് ആദിത്യ ഭഗവാനായിട്ട് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് മറ്റ് അനാവശ്യ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്താതെ മറ്റ് സംസാരങ്ങളെല്ലാം ഒഴിവാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല പൂർത്തിയാക്കുക. ഈ സമയത്ത് സൂര്യമന്ത്രമോ ആദിത്യ ഹൃദയമന്ത്രമോ മറ്റു സൂര്യസ്തോത്രങ്ങളോ ഒക്കെ ജപിക്കുന്നത് ഉത്തമമാണ്. സൂര്യോദയ സമയത്ത് തന്നെ ആദിത്യന് പൊങ്കാല ഇടുന്നത് വളരെ വിശേഷമാണ്. ഇപ്രകാരം ആദിത്യ ഭഗവാന് 10-ാം ഉദയ ദിവസം പൊങ്കാല സമർപ്പിക്കുന്ന 1 വർഷത്തേക്കുള്ള ആദിത്യ പൂജ നടത്തിയ ഫലം ലഭിക്കുമെന്നാണ്. കൂടാതെ എല്ലാവിധത്തിലുള്ള ഗ്രഹദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. കൂടാതെ കുടുംബസുഖം, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, കാര്യജയം, ആരോഗ്യവർദ്ധന, തൊഴിൽ ലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങളും ആ കുടുംബത്തിന് ലഭിക്കുമെന്നാണ്. 10-ാം ദിവസം വ്രതശുദ്ധിയോടുകൂടി 21 തവണ അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്നത് അതീവ ശ്രേഷ്ഠമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം മുൻജന്മ പാപം പോലും ഇല്ലാതാകും. അതോടൊപ്പം തന്നെ സർവാഭീഷ്ട സിദ്ധിയും കൈവരുന്നതാണ്. ഇപ്രകാരം അരയാൽ പ്രതിഷ്ഠം ചെയ്യുന്നത് ഈറൻ ഉടുത്തുകൊണ്ടാണ് എങ്കിൽ ഫലസിദ്ധി ഇരട്ടിയാണ് എന്നാണ് വിശ്വാസം. ഈ ദിവസം പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. ഈ വർഷത്തെ 10-ാം ഉദയം ഏപ്രിൽ 23-ാം തീയതി മേടം 10 ബുധനാഴ്ച ദിവസമാണ്. 10-ാം ഉദയത്തിന്റെ വിശേഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
വരുന്ന ഒരു വർഷത്തെ ഐശ്വര്യത്തിനായി എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗണപതി ഭഗവാന്റെയും സൂര്യദേവന്റെയും സർവ്വ ദേവതകളുടെയും അനുഗ്രഹ ആശംസകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് അക്ഷയ തൃതീയയുടെ പ്രാധാന്യവും ഐതിഹ്യവും മറ്റും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.